ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 ആഗസ്റ്റ് 17 പുലർച്ചെ 1:52 AM ചിങ്ങരവി സംക്രമമാണ്. അതായത് സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നു. ചിങ്ങം രാശിയിൽ കേതു സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ആത്മകാരകനായിട്ടുള്ള സൂര്യനും മോക്ഷകാരകനായിട്ടുള്ള കേതുവും ചിങ്ങം രാശിയിൽ യോഗം ചെയ്യുന്നതിൻ്റെ പ്രത്യേക ഫലങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ആഗസ്റ്റ് 17 പുലർച്ചെ 1:52 AM ചിങ്ങരവി സംക്രമം. അതായത് അന്നാണ് ചിങ്ങം 1 എന്ന് പറയുന്നത്. മലയാളം കലണ്ടർ പ്രകാരം കൊല്ലവർഷം 1201 ആണ്ട് ആരംഭിക്കുന്ന ദിവസമാണ് ചിങ്ങം 1. ഇപ്പം ചിങ്ങം രാശി എന്ന് പറയുന്നത് സൂര്യൻ്റെ തന്നെ രാശിയാണ്. സൂര്യൻ്റെ സ്വക്ഷേത്രമാണ്, സൂര്യൻ്റെ മൂലത്രികോണ രാശിയാണ്. അതേസമയം ചിങ്ങം രാശി കാലപുരുഷൻ്റെ 5-ാം ഭാവരാശിയുമാണ്. ഇപ്പം സൂര്യൻ്റെ രാശിയിലായിട്ടാണ് സൂര്യൻ വരുന്നത്. ഇപ്പം ചിങ്ങരാശി സൂര്യൻ്റെ സാമ്രാജ്യമാണ്, സൂര്യൻ്റെ രാജ്യമാണ്. ഇപ്പം സൂര്യനാണെങ്കിൽ ഗ്രഹങ്ങളുടെ രാജാവാണ്. അപ്പം ഗ്രഹങ്ങളുടെ രാജാവായിട്ടുള്ള സൂര്യൻ സ്വന്തം രാജ്യത്തിലേക്ക് വരുന്ന സമയമാണ്, വിസിറ്റ് ചെയ്യുന്ന സമയമാണ്. ഇപ്പം ചിങ്ങൻ രാശിയിൽ കേതു സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് മോക്ഷകാരകനായിട്ടുള്ള കേതുവും ആത്മകാരകനായിട്ടുള്ള സൂര്യനും ആ ചിങ്ങം രാശിയിൽ യോഗം വരുന്നു. അപ്പോൾ അത് അത്യപൂർവമായിട്ടുള്ളൊരു യോഗമായിട്ട് നമുക്ക് ഈ സൂര്യൻ്റെയും കേതുവിൻ്റെയും യോഗം ചിങ്ങൻ രാശിയിൽ നമുക്ക് കാണാം. സെപ്റ്റംബർ 16 വരെ ആ സൂര്യൻ ചിങ്ങം രാശിയിൽ ഉണ്ടാവും. അപ്പോൾ പൊതുവെ പറയുകയാണെങ്കിൽ സൂര്യൻ ആത്മകാരകൻ, കേതു മോക്ഷകാരകൻ. അപ്പം ആത്മാവും മോക്ഷവും. അപ്പോൾ പൊതുവെ നമുക്ക് ആത്മീയമായിട്ട് ഒരു ഉണർവിൻ്റെ സമയമെന്ന് പറയാം, ആത്മബലത്തിൻ്റെ സമയമെന്ന് പറയാം. എല്ലാവർക്കും അവരുടെ ഇന്നർ സ്പേസ് വികസിപ്പിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമെന്ന് പറയാം. അപ്പോൾ വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ ലൈഫിലും ഒക്കെ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു യോഗമായിട്ട് നമുക്ക് ഈ സൂര്യൻ്റെയും കേതുവിൻ്റെയും യോഗം ചിങ്ങം രാശിയിൽ വരിക വഴി പറയാൻ കഴിയും. ഓരോ വ്യക്തിക്കും അവരുടെ കഴിവുകൾ പ്രകടമാക്കാനും ആ കഴിവുകൾ വഴി അവർക്ക് നേതൃതലത്തിലേക്ക് ഉയരുന്നതിനും അതിനുള്ളൊരു ധൈര്യം, ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകാവുന്ന സമയമായിരിക്കും സൂര്യൻ സ്വന്തം രാശിയിൽ രാശിമാർഗ വഴി ഉണ്ടാകുന്നത്. അപ്പം സൂര്യനും കേതുവുമായിട്ടുള്ള യോഗം ചിങ്ങം രാശിയിൽ വരുന്നത് ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഏത് രീതിയിൽ സ്വാധീനിക്കുമെന്ന് നോക്കാം. ഈ വീഡിയോയിൽ ധനു, മകരം, കുംഭം, മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ഈ സൂര്യനും കേതുവായിട്ടുള്ള യോഗം ചിങ്ങരാശിയിൽ വരുന്നതിൻ്റെ ഇമ്പാക്റ്റ് ആണ് ചർച്ച ചെയ്യുന്നത്. ആദ്യം നമുക്ക് ധനുക്കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും, അതായത് മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവർക്ക് എന്തായിരിക്കും സൂര്യനും കേതുവും ഈ ചിങ്ങരാശിയിൽ യോഗം ചെയ്യുക വഴി ഉണ്ടാകുന്നത്. അപ്പം ഈ ധനുക്കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും സൂര്യൻ ഭാഗ്യഭാവാധിപനാണ്, 9-ാം ഭാവാധിപനാണ്. അപ്പോൾ 9-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആഗസ്റ്റ് 17 പുലർച്ചെ 1:52 AM ആ ഭാഗ്യസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത്. 9-ാം ഭാവരാശി സൂര്യൻ്റെ രാശിയാണ്, സൂര്യൻ്റെ സ്വക്ഷേത്രമാണ്, സൂര്യൻ്റെ മൂലത്രികോണ രാശിയാണ്. അതായത് സൂര്യന് ബലം കൂടുന്ന സമയം. സെപ്റ്റംബർ 16 വരെ ഭാഗ്യഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് ഉണ്ടാകും. ആ ഭാഗ്യസ്ഥാനത്താണ് കേതു സ്ഥിതി ചെയ്യുന്നത്. കേതു മോക്ഷകാരകനായിട്ടുള്ള ഗ്രഹമാണ്, ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു. സൂര്യൻ ആത്മകാരകനായിട്ടുള്ള ഗ്രഹമാണ്. അപ്പം ആത്മകാരകനും മോക്ഷകാരകനും ഭാഗ്യസ്ഥാനത്ത് യോഗം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആത്മീയ അവബോധം കൂടുന്ന സമയമെന്ന് പറയാം. ആത്മീയ അവബോധം ഉണ്ടാകാവുന്ന സമയമാണ്.
സ്പിരിച്വൽ തലത്തിൽ ഉയരുന്നതിനും അവർ ആർജിച്ച അറിവ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതിനും അനുകൂലമായിട്ടുള്ള സമയം എന്ന് പറയാം. പ്രത്യേകിച്ച് 9-ാം ഭാവം ആ ധർമ്മ ത്രികോണ സ്ഥാനമാണ്. അവിടെയാണ് സൂര്യനും കേതുവും യോഗം ചെയ്യുന്നത്. അപ്പോൾ കൂറുകാർക്ക് സത്സംഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിനോ അവരുടെ സ്പിരിച്വൽ കാഴ്ചപ്പാടുകൾ അവിടെ അവതരിപ്പിക്കുന്നതിനോ ആ സംഘങ്ങളിലൊക്കെ പങ്കെടുത്ത് സ്പിരിച്വൽ നോളജ് കൂട്ടുന്നതിനോ അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥയാണ് 9-ൽ സൂര്യനും കേതുവും യോഗം ചെയ്യുക വഴി കാണുന്നത്. പ്രത്യേകിച്ച് 9-ാം ഭാവം ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ സ്ഥാനമാണ്, ദൂരയാത്രകളുടെ സ്ഥാനമാണ്, മതപരമായ വിശ്വാസത്തിൻ്റെ സ്ഥാനമാണ്, ആത്മീയ കാര്യങ്ങളുടെ സ്ഥാനമാണ്, പിതാവിൻ്റെ സ്ഥാനമാണ്, ഗുരുക്കന്മാരുടെയൊക്കെ സ്ഥാനമാണ്, ധർമ്മചിന്തയുടെ സ്ഥാനമാണ്, വിദേശബന്ധത്തിൻ്റെയൊക്കെ സ്ഥാനമാണ്. അപ്പോൾ അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായ വിഷയങ്ങളിലൊക്കെ തന്നെ ഒരു സ്വാധീനം ഉണ്ടാക്കാവുന്ന ഭാവമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഈ സൂര്യൻ്റെ രാശിമാറ്റം സ്വാധീനം ഉണ്ടാക്കും. ഉന്നത പഠനം, ഗവേഷണമൊക്കെ അല്ലെങ്കിൽ തൊഴിൽ ഇവയുമായിട്ട് ബന്ധപ്പെട്ട യാത്രകൾ ഫലവത്താകുന്ന സമയമെന്ന് പറയാം. ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും. ഈ ഉയർന്ന തൊഴിലിനൊക്കെ കാത്തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊഴിൽ ഭാഗ്യം ഉണ്ടാകാവുന്ന സമയമാണ്. വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമാകും. പിതാവിൻ്റെയോ ഗുരുക്കന്മാരുടെയോ മാർഗനിർദ്ദേശങ്ങൾ, അവരുടെ ഗൈഡൻസ് സ്വീകരിച്ച് പോകുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അധ്യാപന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, കൺസൾട്ടൻസി മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, അത്തരം മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർ, ടീച്ചേഴ്സിന് അവർക്കൊക്കെ തന്നെ അനുകൂലമായിട്ടുള്ള സ്ഥിതിയാണ് സൂര്യനും കേതുവും 9-ൽ വരിക വഴി ഉണ്ടാകുന്നത്. ആത്മീയ കാര്യങ്ങൾ, മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഉപാസനാദി കാര്യങ്ങൾ ഇവയ്ക്കൊക്കെ അനുകൂല സമയമാണ്. ഉന്നത പഠനത്തിലൊക്കെ അവർക്ക് കഴിവ് തെളിയിക്കാൻ കഴിയും. ഈ സമയത്ത് ഗുരുക്കന്മാരെയും അതുപോലെ പിതാവിനെയൊക്കെ കൂടുതൽ സേവനം ചെയ്യുന്നത്, അവർക്ക് കൂടുതൽ സേവനം ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യുമെന്ന് മനസ്സിലാക്കുക. പിതാവിൻ്റെയും ഗുരുക്കന്മാരുടെയും മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ചു പോകാൻ ഈ സമയത്ത് ശ്രമിക്കുക. അതൊക്കെ വളരെ ഭാഗ്യാനുഭവം ഉണ്ടാക്കും. അതേസമയം സീനിയർ അധ്യാപകർ, ഇപ്പോൾ 9-ലൊക്കെ സൂര്യനൊക്കെ വരുമ്പോൾ അവിടെ കേതുവുണ്ട്. സീനിയർ അധ്യാപകർ, ഗുരുക്കന്മാർ, പിതാവ്, ഇവരുമായിട്ടൊക്കെ നമ്മൾ ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ, അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ നമ്മുടെ ഭാഗത്തൊരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയർ ഉണ്ടാകാതെ നോക്കണം. കൂടുതൽ വിനയം വേണം. വളരെ പൊളൈറ്റായിട്ട് അവരോട് സംസാരിക്കണം. അവരുടെ കടാക്ഷമൊക്കെ കിട്ടത്തക്ക രീതിയിലായിരിക്കണം നമ്മൾ ഈ സമയത്ത് അവരെ സമീപിക്കേണ്ടത്. പിതാവിനൊക്കെ മേന്മ ഉണ്ടാകുന്ന സമയമായിരിക്കും. പിതാവിന് ആത്മീയ ചിന്ത കൂടുന്ന സമയമായിരിക്കും. അതുപോലെ പിതാവിനൊക്കെ വിദേശ ബന്ധം കൊണ്ടൊക്കെ വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും. ആ 9 നിൽക്കുന്ന സൂര്യൻ ഈ കുറുകാരുടെ 3-ാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 3-ാം ഭാവരാശിയിൽ രാഹു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഈ 3-ാം ഭാവം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ബന്ധുക്കൾ, അതുപോലെ അയൽവക്കക്കാർ, ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഏരിയയാണ് ഈ 3-ാം ഭാഗം. അവിടെ രാഹു നിൽക്കുന്നു, സൂര്യന് ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ സൂര്യനും രാഹുവൊക്കെ ശത്രുഗ്രഹങ്ങളാണ്. അപ്പം നമുക്ക് ഒരു ധൈര്യവും വീര്യവും ഉണ്ടാകുമെങ്കിലും ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാതെ നോക്കണം. എന്ന് പറയുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളോടായാലും ബന്ധുക്കളോടായാലും അയൽവക്കക്കാരോടായാലും അവരോടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു വിനയം നമ്മുടെ ഭാഗത്തുണ്ടാകണം. അതുപോലെ തന്നെ ഈഗോ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഈ 3-ലൊക്കെ സൂര്യൻ്റെ ദൃഷ്ടി, 3-ൽ സൂര്യൻ്റെ ദൃഷ്ടി വരികയും 3-ൽ രാഹുവൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പ്രവർത്തനത്തിലൊക്കെ നമ്മൾ ആക്റ്റീവാകും. ഒരു കോമ്പറ്റിറ്റീവ് സ്പിരിറ്റൊക്കെ നമുക്കുണ്ടാകും. പ്രത്യേകിച്ച് സൂര്യനും രാഹുവും പോരാടുന്ന ഗ്രഹങ്ങളാണ്.
അപ്പോൾ നമുക്ക് ഒരു പോരാട്ട വീര്യം, ഒരു കോമ്പറ്റിറ്റീവ് സ്പിരിറ്റ്, ക്രിയേറ്റീവ് വർക്കിലൊക്കെ വളരെ ശോഭിക്കും. മത്സരങ്ങളിലൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള ഒരു ധൈര്യം, വീര്യം ഒക്കെ ഈ സമയത്തുണ്ടാകും. അതേസമയം ENT റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ളവർ അവയിൽ അല്പം ശ്രദ്ധിക്കണം. 3-ാം ഭാവത്തിൽ രാഹു, 3-ൽ സൂര്യൻ്റെ ദൃഷ്ടി. അപ്പോൾ നമ്മൾ കഴിവതും അതൊക്കെ ടൈംലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം. കഴിവതും കൂടുതൽ വിനയത്തോടുകൂടി, സംയമനത്തോടുകൂടി, ധർമ്മചിന്തയോടുകൂടി ഈ സമയത്ത് ബിഹേവ് ചെയ്യുന്നത് സൂര്യൻ്റെ ഈ ചിങ്ങൻ രാശിയിലേക്കുള്ള രാശിമാറ്റം കൊണ്ട് വലിയ ഗുണാനുഭവം ഉണ്ടാക്കും. അതുപോലെ സൂര്യനും കേതുവൊക്കെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ഈ രാശിമാറ്റം അവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. ഇനി മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും സൂര്യൻ ചിങ്ങൻ രാശിയിലേക്ക് രാശി മാറുന്നതും ചിങ്ങം രാശിയിൽ സൂര്യനും കേതുവുമായിട്ട് യോഗം വരുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. മകരക്കൂറുകാർ എന്ന് പറയുമ്പോൾ ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, തിരുവോണം, അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും സൂര്യൻ 8-ാം ഭാവാധിപനാണ്. അപ്പോൾ 8-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആഗസ്റ്റ് 17-ന് പുലർച്ചെ 1:52 ആ 8-ാം ഭാവരാശിയിലേക്ക് തന്നെയാണ് സൂര്യൻ രാശി മാറുന്നത്. 8-ാം ഭാവാധിപൻ 8-ാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നു. അതൊരു വിപരീത രാജയോഗമാണ്. ഈ അഷ്ടമഭാവം എന്ന് പറയുന്നത് സൂര്യൻ്റെ സ്വക്ഷേത്രമാണ്, മൂലത്രികോണ രാശിയാണ്. സെപ്റ്റംബർ 16 വരെ ആ സൂര്യൻ അഷ്ടമ ഭാവരാശിയിൽ ഉണ്ടാകും. 8-ൽ കേതു സ്ഥിതി ചെയ്യുന്ന സമയമാണ്. കേതു മോക്ഷകാരകനാണ്. സൂര്യനാണെങ്കിൽ ആത്മകാരകനാണ്. ആത്മകാരകനും മോക്ഷകാരകനും അഷ്ടമത്തിൽ യോഗം ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അത് സ്പിരിച്വൽ അവബോധം കൂടുന്നതിന് ഈ യോഗം വഴിതെളിക്കും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ പ്രപഞ്ചത്തിൻ്റെയൊക്കെ രഹസ്യങ്ങൾ അത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ആഗ്രഹം ഈ സമയത്തുണ്ടാകും. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളൊക്കെ ഈ സമയത്തുണ്ടാകും. അങ്ങനെ നമുക്ക് നിഗൂഢമായ വിഷയങ്ങളിലോട്ട് ഇറങ്ങിച്ചെന്ന് ആ ആത്യന്തിക സത്യം മനസ്സിലാക്കുന്നതിനുള്ളൊരു ശ്രമമൊക്കെ ഈ അഷ്ടമരാശിയിലെ സൂര്യൻ്റെയും കേതുവിൻ്റെയും യോഗം കൊണ്ട് ഈ കൂറുകാർക്ക് ഉണ്ടാകും. അങ്ങനെ നമ്മൾ ആത്യന്തിക സത്യമൊക്കെ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിൽ അതൊരു പരിവർത്തനം ഉണ്ടാക്കും, ഒരു മാറ്റം ഉണ്ടാക്കും. അതേസമയം അപ്രതീക്ഷിതമായിട്ടുള്ള ചില സംഭവവാസങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാനും സാധ്യതയുണ്ട്. അത് ഇപ്പം നമുക്ക് ആചാര്യന്മാരെയോ ഗുരുക്കന്മാരെയൊക്കെ കണ്ടെത്താനുള്ള അല്ലെങ്കിൽ അവരെ കണ്ടുമുട്ടുന്നതിനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ ഈ അഷ്ടമത്തിലെ സൂര്യൻ്റെയും കേതുവിൻ്റെയും സ്ഥിതി കൊണ്ട് ഈ കുറുകാർക്കുണ്ടാകും. അതും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കും. അഷ്ടമഭാവം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആയുസിൻ്റെ സ്ഥാനമാണ്. ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളുടെ സ്ഥാനമാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നേട്ടങ്ങളായാലും കോട്ടങ്ങളുടെയൊക്കെ സ്ഥാനമാണ്. റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളുടെ സ്ഥാനമാണ്. അതുപോലെ തന്നെ തൊഴിലിലൊക്കെ ചിലപ്പോൾ ചിലർക്ക് എന്തെങ്കിലുമൊക്കെ അപമാനങ്ങളോ അവഹേളനമോ ഒക്കെ ഉണ്ടാകാവുന്ന അതിൻ്റെ ഒരു സ്ഥാനവും കൂടിയാണ്. ധനസ്ഥിതി, ധനച്ചെലവ്, ഇവയുടെയൊക്കെ സ്ഥാനമായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ സൂര്യൻ്റെ രാശിമാറ്റം ഇവയൊക്കെ തന്നെ ആ സൂര്യൻ്റെ രാശിമാറ്റം സ്വാധീനിക്കും. അപ്പം സർക്കാർ തൊഴിലിലൊക്കെ ഒരു ജാഗ്രത വേണ്ടുന്ന സമയമാണ്. സൂര്യൻ 8-ലാണ് നിൽക്കുന്നത്, മറഞ്ഞു നിൽക്കുന്നു എന്ന് പറയാം. അപ്പോൾ എന്നാലും വിപരീത രാജയോഗാവസ്ഥയിലാണ് ആ സൂര്യൻ നിൽക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ തൊഴിലിടത്തൊക്കെ ഉണ്ടാക്കാം. പക്ഷേ പെട്ടെന്ന് അതിനുള്ള ഒരു മാറ്റങ്ങളും അവിടെ ഉണ്ടാകും. അപ്പോൾ തൊഴിലിൽ പൊതുവെ നമ്മൾ നോക്കുമ്പോൾ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾക്ക് അല്ലെങ്കിൽ ട്രാൻസ്ഫറിന് അല്ലെങ്കിൽ തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾക്കൊക്കെ സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ നമ്മൾ വർക്കിലൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്.
കഴിവതും തൊഴിലിടത്തൊക്കെ ഈഗോ ഇഷ്യൂസ് വരാതെ നോക്കണം. 8 ആ സൂര്യൻ്റെ സ്ഥിതി വരുമ്പോൾ. അതുപോലെ വർക്ക് പ്രഷറൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. തൊഴിലിടത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള എന്തെങ്കിലും വെല്ലുവിളികൾ ചിലപ്പോൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. മേലുദ്യോഗസ്ഥരും കോവർക്കേഴ്സുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കെയർ കൊടുത്ത് പോകേണ്ടുന്ന സമയമാണ്. അതേസമയം അഷ്ടമഭാവാധിപൻ അഷ്ടമത്തിൽ വരിക എന്ന് പറയുമ്പോൾ അത് വിപരീത രാജയോഗമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക്, കിടപ്പ് രോഗികൾക്ക് അത്തരം ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസം ഉണ്ടാകാവുന്ന സമയവും കൂടെയാണ്. അത് അവർക്ക് ആ ഏരിയയിൽ നേട്ടങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ലോസിനും സാധ്യതയുണ്ട്. അപ്പോൾ ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടി വഴി എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. 8 ഭാവാധിപൻ 8 തന്നെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബന്ധുക്കളിൽ നിന്ന് നമുക്ക് അധ്വാനിക്കാതെ തന്നെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരാൻ സാധ്യതയുണ്ട്. ചിലർക്ക് ലോട്ടറി വഴിയോ ഇൻഷുറൻസ് വഴിയോ ഗുണാനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന ഒരു ഗവേഷകർക്ക്, ശാസ്ത്രജ്ഞർക്ക്, അന്വേഷണ ഏജൻസികളിൽ വർക്ക് ചെയ്യുന്നവർക്ക്, അവർക്കൊക്കെ ഈ 8 ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 8ലേക്ക് രാശി മാറുന്നത് വളരെ ഗുണം ചെയ്യും. അതേസമയം നമ്മൾ ആ മേഖലയിൽ ഒരു ശ്രദ്ധ വേണം. ധനപരമായ കാര്യങ്ങളിൽ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. സൂര്യൻ 2 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 2 ഭാവരാശിയിൽ രാഹു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ സൂര്യനും ആ 2 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. രാഹു കേതുക്കൾ, രാഹു അതുപോലെ സൂര്യനും ശത്രുഗ്രഹങ്ങളാണ്. അപ്പോൾ നമ്മൾ 2ലേക്കൊക്കെ സൂര്യൻ്റെ ദൃഷ്ടിയും 2 രാഹുവിൻ്റെ സ്ഥിതിയും വരുമ്പോൾ നമ്മുടെ സംസാരത്തിൽ വളരെ ശ്രദ്ധിക്കണം. സംസാരത്തിൽ ഹാർഷായിട്ട് സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു കെയർ വേണം. അതുപോലെ പണം മുടക്കുന്നതിലും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ, ഡ്രൈവിങ്ങിൽ ഒക്കെ തന്നെ ഒരു കെയർ വേണം. എന്തെങ്കിലും ചീറ്റിങ്ങിലൊക്കെ പെട്ടുപോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെയൊക്കെ ഒരു ജാഗ്രത ഈ കൂറുകാരുടെ ഭാഗത്ത് വേണം. കുടുംബത്തിലും വ്യക്തിബന്ധങ്ങളിലുമൊക്കെ ഒരു സംതൃപ്തി കുറവ് ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം. കാരണം 2 ഭാവരാശിയിലെ രാഹു 2 സൂര്യൻ്റെ ദൃഷ്ടി. അപ്പോൾ കുടുംബ ബന്ധത്തിൽ അല്ലെങ്കിൽ കുടുംബ അംഗങ്ങളുമായിട്ട് അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ, തർക്കങ്ങൾ, വാഗ്വാദങ്ങൾ ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് കുടുംബപരമായ വിഷയങ്ങളിലൊക്കെ വളരെ പൊളൈറ്റായിട്ട് ഈഗോ ഇഷ്യൂസൊക്കെ ഒഴിവാക്കി പോകാൻ ഈ കൂറുകാർ ശ്രമിക്കണം. കുടുംബാംഗങ്ങളായിട്ട് പരസ്പരം ധാരണ വേണം. അനാവശ്യമായിട്ടുള്ള ചെലവ് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ധർമ്മചിന്തയും ആത്മീയ ചിന്തയൊക്കെ കൂട്ടുന്നത് ഈ സമയത്ത് അത് കുടുംബത്തിലെ നമ്മുടെ ടെൻഷൻ കുറയ്ക്കുന്നതിനും നമ്മുടെ ഇന്നർ സ്പേസ് വികസിപ്പിക്കുന്നതിനും വഴിതെളിക്കും എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയെന്ന് നോക്കാം. കുംഭക്കൂറുകാരെന്ന് പറയുമ്പോൾ അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചതയം, അതുപോലെ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ ഈ കുംഭക്കൂറുകാർക്കും കുംഭ ലഗ്നക്കാർക്കും പ്രത്യേകിച്ച് 7 ഭാവാധിപനാണ് സൂര്യൻ. ആ 7 ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആഗസ്റ്റ് 17 പുലർച്ചെ 1:52 AM ആ 7 ഭാവരാശിയിലേക്ക് തന്നെയാണ് സൂര്യൻ രാശി മാറുന്നത്. 7 ഭാവരാശി സൂര്യൻ്റെ സ്വക്ഷേത്ര രാശിയാണ്, സ്വക്ഷേത്രമാണ്. സൂര്യൻ്റെ മൂലത്രികോണ രാശിയുമാണ്. ആ 7 ഭാവരാശിയിൽ സൂര്യൻ സെപ്റ്റംബർ 16 വരെ സ്ഥിതിയുണ്ട്. 7 ഇപ്പോൾ കേതു സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അവിടെ ആ കേതു എന്ന് പറയുമ്പോൾ മോക്ഷകാരകനായിട്ടുള്ള ഗ്രഹമാണ്. സൂര്യൻ ആത്മകാരകനായിട്ടുള്ള ഗ്രഹവുമാണ്. അപ്പോൾ ആത്മകാരകനും മോക്ഷകാരകനുമായിട്ടുള്ള 2 ഗ്രഹങ്ങൾ സൂര്യനും കേതുവും 7 യോഗം ചെയ്യുന്ന സമയമാണ്. 7 ഭാവം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ
റിലേഷൻഷിപ്പിൻ്റെ സ്ഥാനമാണ്. മാരിറ്റൽ റിലേഷൻഷിപ്പ്, വിവാഹം, അതുപോലെ ബിസിനസ് പാർട്ട്ണർഷിപ്പിൻ്റെയൊക്കെ സ്ഥാനമാണ്. അതുപോലെ നമ്മുടെ വിദേശയാത്രകളുടെയൊക്കെ സ്ഥാനമാണ്. പബ്ലിക് റിലേഷൻ്റെയൊക്കെ സ്ഥാനമാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഭോഗ വിഷയങ്ങളുടെയൊക്കെ സ്ഥാനമാണ്. അതുപോലെ തന്നെ ചാരിത്രശുദ്ധിയുടെയൊക്കെ സ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെയൊക്കെയാണ് ആ സൂര്യൻ്റെ രാശിമാറ്റം വരുന്നത്. അപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പിൽ, പ്രത്യേകിച്ച് 7-ാം ഭാവം റിലേഷൻഷിപ്പിൻ്റെ ഭാവമാണ്. അത് പേഴ്സണൽ റിലേഷൻഷിപ്പായാലും ബിസിനസ് റിലേഷൻഷിപ്പായാലും ആ സ്ഥാനത്താണ് സൂര്യനും കേതുവും യോഗം ചെയ്യുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പിൽ നമുക്ക് അല്പം വീണ്ടുവിചാരം ഉണ്ടാകേണ്ടുന്ന സമയമാണ്. സ്പിരിച്വൽ തലത്തിൽ നമ്മൾ ബന്ധങ്ങളെ വിലയിരുത്തണം. ഇപ്പോൾ ദമ്പതിമാർക്കൊക്കെ ആണെങ്കിൽ, ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ സമയത്ത് ആ 7-ൽ സൂര്യനും കേതുവൊക്കെ വരുമ്പോൾ അവരുടെ ബന്ധത്തിൽ ഒരു ആത്മീയ അവബോധം അവർക്ക് സൃഷ്ടിക്കാമെങ്കിൽ, ആത്മീയ കാര്യങ്ങളിൽ ദമ്പതിമാർ മനസ്സ് ഫോക്കസ് ചെയ്യാമെങ്കിൽ അവർക്ക് ആ ദാമ്പത്യ ബന്ധം സുഖകരമാകും. അപ്പം ദമ്പതിമാർക്ക് ആത്മീയ ചിന്ത ഉണ്ടാകാവുന്ന സമയമാണ് 7-ൽ സൂര്യനും കേതുവും യോഗം ചെയ്യുക വഴി ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ സൂര്യൻ 7-ലൊക്കെ നിൽക്കുക എന്ന് പറയുമ്പോൾ ഒരു ആകർഷകമായിട്ടുള്ളൊരു വ്യക്തിത്വം ഈ സമയത്തുണ്ടാകും. ചിലർക്ക് മുൻകാലത്തെ പരിചയങ്ങൾ അല്ലെങ്കിൽ ബന്ധങ്ങളൊക്കെ ഈ സമയത്ത് പൊങ്ങി വരാം. അവരുമായിട്ടൊക്കെ ഉള്ള ഒരു ബന്ധം ഈ സമയത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം കഴിവത് നമ്മൾ എതിർലിംഗക്കാരുമായിട്ടുള്ള ബന്ധത്തിൽ കെയർ വേണം. 7-ൽ സൂര്യൻ 7-ൽ കേതു. ഒരു സംതൃപ്തി കുറവ് അവിടെ ആ 7-ാം ഭാവരാശിയിൽ കാണുന്നുണ്ട്. ഇപ്പം ജീവിത പങ്കാളി വഴിയോ അല്ലെങ്കിൽ തൊഴിലിടത്തെ സ്ത്രീ സൗഹൃദം വഴിയോ ഒക്കെ തൊഴിൽ ചിലപ്പോൾ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാരിറ്റൽ റിലേഷൻഷിപ്പിൽ നമ്മൾ അല്പം ശ്രദ്ധിക്കണം. അത് ചിലപ്പോൾ ജീവിത പങ്കാളിയുടെ സ്വഭാവത്തിലൊക്കെ ഒരു സംശയം ഈ സമയത്തുണ്ടാകാം. അപ്പോൾ അത് എതിർലിംഗ ചിലപ്പോൾ അത് ഈ ജീവിത പങ്കാളിയെ ഒഴിവാക്കുന്നു എന്നൊരു തോന്നൽ, ചിലപ്പോൾ എതിർലിംഗക്കാരുമായിട്ടുള്ളൊരു സൗഹൃദമൊക്കെ കൂടുമ്പോൾ ജീവിത പങ്കാളിയെ ഒഴിവാക്കുന്നു എന്നൊരു തോന്നലൊക്കെ ചിലപ്പോൾ ജീവിത പങ്കാളിക്ക് ഉണ്ടാകാനും ഈ സമയം ചിലപ്പോൾ വഴിതെളിച്ചു എന്ന് വരാം. അപ്പോൾ കഴിവതും എതിർലിംഗക്കാരുമായിട്ടുള്ള സംഘാതത്തിൽ ഒരു കെയർ വേണം. അത് നമ്മുടെ ദാമ്പത്യ ബന്ധത്തിൽ ചിലപ്പോൾ അത് സ്വാധീനിക്കും. സംശയങ്ങളുണ്ടാകും, തെറ്റിദ്ധാരണകളുണ്ടാകും. അപ്പോൾ ചിലപ്പോൾ അപവാദങ്ങളുണ്ടാകും, അവമാനം ഉണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകാതിരിക്കാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കണം. അതുപോലെ ഈ ബിസിനസ് പാർട്ട്ണർഷിപ്പിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചില നേട്ടങ്ങളൊക്കെ ബിസിനസ് പാർട്ട്ണർഷിപ്പിൽ പ്രതീക്ഷിക്കാം. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പാർട്ട്നേഴ്സ് തമ്മിൽ കഴിവതും തെറ്റിദ്ധാരണകൾ വരാതെ നോക്കണം. അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. അതുപോലെ ജീവിത പങ്കാളിക്ക് ചിലപ്പോൾ തൊഴിലവസരം ഉണ്ടാകാവുന്ന സമയം കൂടിയാണ്. തൊഴിലുള്ള ജീവിത പങ്കാളിയാണെങ്കിൽ ആ തൊഴിലിലൊക്കെ അവർക്ക് നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. ഇപ്പം സൂര്യൻ ജന്മരാശിയിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഇപ്പം ജന്മരാശിയിൽ സൂര്യൻ ദൃഷ്ടി ചെയ്യുന്നു, ജന്മരാശിയിൽ രാഹു സ്ഥിതി ചെയ്യുന്നു. അതൊക്കെ ജന്മരാശിയിലൊക്കെ രാഹു സ്ഥിതി ചെയ്യുകയും ജന്മരാശിയിൽ സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി വരുമ്പോൾ അല്പം ഈഗോ ഇഷ്യൂസൊക്കെ ഉണ്ടാകാം, തർക്ക മനോഭാവങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പം പ്രൊഫഷണൽ തലത്തിലൊന്നും അത് പ്രയാസം ഉണ്ടാക്കില്ല. എങ്കിലും പേഴ്സണൽ തലത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ അത് വഴിതെളിക്കും. അഗ്രസീവ് ആയിട്ടുള്ളൊരു മെൻറ്റാലിറ്റി ഈ സമയത്ത് വരാം. അവിടെയൊക്കെ നമ്മൾ കെയർ വേണം. പ്രത്യേകിച്ച് ജന്മരാശിയിലെ രാഹു, ജന്മരാശിയിൽ സൂര്യൻ്റെ ദൃഷ്ടി, രണ്ടും ശത്രുഗ്രഹങ്ങളാണ്. അത് ജന്മരാശി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ശത്രുതാ മനോഭാവം, ഒരു അഗ്രസീവ് ആയിട്ടുള്ളൊരു മെൻറ്റാലിറ്റി നമ്മുടെ ഭാഗത്ത് വരാം. അത് നമ്മൾ ഒഴിവാക്കണം.
അനാവശ്യമായിട്ടുള്ള ക്ലാഷസ്, അനാവശ്യമായിട്ടുള്ള ഈഗോ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാകാതെ നോക്കണം. വാഗ്വാദങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കണം. ആവശ്യമില്ലാതെ പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. സംശയങ്ങളൊക്കെ മാറ്റണം. തെറ്റിദ്ധാരണകളൊക്കെ ഒഴിവാക്കാനുള്ള ഒരു ശ്രമമാണ് ഈ സമയത്ത് വേണ്ടത്. കഴിവതും പരസ്പര വിശ്വാസം അത് വ്യക്തിതലത്തിൽ ഉണ്ടാകേണ്ടുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പരസ്പര വിശ്വാസത്തോടുകൂടി, ആത്മീയ മനോഭാവത്തോടുകൂടി, സ്പിരിച്വൽ തോട്ടോടുകൂടി ഈ ദമ്പതിമാരൊക്കെ നമ്മൾ നീങ്ങുകയാണെങ്കിൽ അവർക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകില്ല. കഴിവതും മുൻകോപവും വിദ്വേഷവും വാഗ്വാദവും ഒക്കെ ഒഴിവാക്കി പോകാൻ ഈ കുറുകാർ ശ്രമിക്കണം. കാരണം ജന്മരാശിയിൽ രാഹു, ജന്മരാശിയിൽ സൂര്യൻ്റെ ദൃഷ്ടി അത് പേഴ്സണൽ റിലേഷൻഷിപ്പിലും പ്രൊഫഷണൽ റിലേഷൻഷിപ്പിലും ഒക്കെ മെച്ചപ്പെടുത്തുന്നതിന്, ഈ രണ്ട് റിലേഷൻഷിപ്പും മെച്ചപ്പെടുത്തുന്നതിന് ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒഴിവാക്കണം, വാഗ്വാദങ്ങൾ ഒഴിവാക്കണം. വളരെ പൊളൈറ്റായിട്ടുള്ള ഒരു ബിഹേവിയർ ഈ സമയത്തുണ്ടായി ആത്മീയപരമായിട്ടൊക്കെ മുന്നോട്ട് പോകാമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും. ഇനി മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെയും ചിങ്ങം രാശിയിൽ സൂര്യനും കേതുവുമായിട്ട് യോഗം ചെയ്യുന്നതിൻ്റെയും ഇഫക്റ്റ് എന്താണെന്ന് നോക്കാം. മീനക്കുറുകാരെന്ന് പറയുമ്പോൾ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പാദം, ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാരെയാണ്. അപ്പോൾ മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും സൂര്യൻ 6ാം ഭാവാധിപനാണ്. 6ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആഗസ്റ്റ് 17 പുലർച്ചെ 1:52 6ാം ഭാവരാശിയിലേക്കാണ് ആ സൂര്യൻ രാശി മാറുന്നത്. 6ാം ഭാവരാശി സൂര്യൻ്റെ തന്നെ രാശിയാണ്, സൂര്യൻ്റെ മൂലത്രികോണ രാശിയാണ്. സെപ്റ്റംബർ 16 വരെ ആ 6ാം ഭാവരാശിയിൽ സൂര്യൻ ഉണ്ടാകും. 6ാം ഭാവാധിപൻ 6ൽ നിൽക്കുക എന്ന് പറയുമ്പോൾ, 6ൽ വരിക എന്ന് പറയുമ്പോൾ ഒരു വിപരീത രാജയോഗവും കൂടെയാണ്. ഈ 6ാം ഭാവരാശിയിൽ കേതു സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അപ്പം കേതു മോക്ഷകാരകനായിട്ടുള്ള ഗ്രഹമാണ്. സൂര്യൻ ആത്മകാരകനായിട്ടുള്ള ഗ്രഹമാണ്. അപ്പോൾ ആത്മകാരകനും മോക്ഷകാരകനുമായിട്ടുള്ള സൂര്യനാണ്, മോക്ഷകാരകനുമായിട്ടുള്ള കേതുവുമാണ് ആ 6ാം ഭാവ രാശിയിൽ യോഗം ചെയ്യുന്നത്. 6ാം ഭാവം എന്ന് പറയുന്നത് കടം, അതുപോലെ രോഗം, ശത്രുത, മത്സരം, അതുപോലെ ധനച്ചെലവ്, ധനബാധ്യത, സേവനം, ഇവയുടെയൊക്കെ സ്ഥാനമാണ് ഈ 6ാം ഭാവം എന്ന് പറയുന്നത്. പൊതുവെ തൊഴിലിൽ ഹാർഡ് വർക്ക് കൂടുന്ന സമയമായിരിക്കും. സർക്കാർ സർവീസിലൊക്കെ ഉള്ളവർക്ക് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് എബിലിറ്റിയൊക്കെ കൂടുന്ന സമയം എന്ന് പറയാം. അതുപോലെ ശത്രുക്കളുടെയൊക്കെ ശല്യം കുറയുന്ന സമയം എന്ന് പറയാം. സർക്കാർ തലത്തിൽ ഉയർന്ന പരീക്ഷകളിലൊക്കെ അപ്പിയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക്, വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഒരു മത്സര വിജയമൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. ആ പരീക്ഷകളിലൊക്കെ ഉയർന്ന വിജയമൊക്കെ സ്കോർ ചെയ്യാൻ കഴിയും. കടബാധ്യത ഉള്ളവർക്ക് ആ കടം കുറയ്ക്കാനൊക്കെ കഴിയും. അതുപോലെ തന്നെ കോടതി വ്യവഹാരങ്ങളിലൊക്കെ നമുക്ക് കറക്റ്റായിട്ടുള്ള വാദമുഖങ്ങളൊക്കെ കൊണ്ടുവരാമെങ്കിൽ തീർച്ചയായിട്ടും അവിടെയും നമുക്ക് ഗുണാനുഭവം ഉണ്ടാകും. അതേസമയം 6ാം ഭാവരാശിയിൽ സൂര്യനും കേതുവാണ്. കേതു ഒരു ഹെഡ്ലെസ് പ്ലാനറ്റാണ്. അപ്പോൾ നമുക്ക് ഒരു തലതിരിഞ്ഞ ആർഗ്യുമെൻ്റൊക്കെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ തീർച്ചയായിട്ടും കേസിൽ പരാജയം ഉണ്ടാകും എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമുക്ക് ഈ 6ാം ഭാവരാശിയിൽ സൂര്യനും കേതുവുമായിട്ടുള്ള യോഗം വരുമ്പോൾ 6ാം ഭാവ രോഗസ്ഥാനമാണ്. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അവർക്ക് ഈ ടൈംലി ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കാമെങ്കിൽ അവർക്ക് അതിൽ നിന്ന് ആശ്വാസം ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ തന്നെ തൊഴിലിലൊക്കെ ഇപ്പോൾ സേവനമൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിസ്വാർത്ഥമായിട്ടുള്ളൊരു സേവനമൊക്കെ നടത്താൻ കഴിയുമെങ്കിൽ ആ നിസ്വാർത്ഥ സേവനം നടത്തുന്ന ആളുകൾക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും. അതുപോലെ തന്നെ കഴിവതും തൊഴിലിടത്ത് ഈഗോ ഇഷ്യൂസ് ഉണ്ടാകാതെ നോക്കണം. കൂടുതൽ വിനയമൊക്കെ ഈ തൊഴിലിടത്തുണ്ടാകണം.
അതുപോലെ ചിലർക്ക് തൊഴിലിടത്ത് നേതൃതലത്തിലേക്കൊക്കെ എത്തുന്നതിനൊക്കെ ഒരു സാധ്യതയും കാണുന്നുണ്ട്. വായ്പകൾക്കൊക്കെ അപേക്ഷിച്ചിട്ട് അതിൽ തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ അവ കിട്ടുന്നതിനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ദിനചര്യകളിൽ നമ്മൾ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ദിനചര്യ അതൊക്കെ നമ്മൾ ഈ സമയത്ത് ഉണ്ടാകണം. അതൊക്കെ നമുക്ക് ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കുക. അപ്പം എന്ത് തടസ്സങ്ങൾ നമുക്കുണ്ടായാലും അത് ഓവർകം ചെയ്യാനുള്ള ഒരു കഴിവ് ഈ 6-ലെ സൂര്യൻ്റെ സ്ഥിതി കൊണ്ട് നമുക്കുണ്ടാകും. ഹാർഡ് വർക്കിൻ്റെയൊക്കെ നേട്ടങ്ങൾ നമുക്ക് കിട്ടും. അതുപോലെ ഈ 6-ലൊക്കെ സൂര്യനും കേതുവൊക്കെ യോഗം ചെയ്യുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർക്ക് അവർക്ക് നേതൃതലത്തിലേക്കൊക്കെ എത്തുന്നതിന് സ്ഥാനമാനങ്ങൾ കിട്ടുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥാനമായിട്ട് കാണുന്നുണ്ട്. ആ സൂര്യൻ 6-ൽ നിന്നിട്ട് ഈ കൂറുകാരുടെ 12-ാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. ഈ 12-ാം ഭാവരാശാധിപനായിട്ടുള്ള ശനി ജന്മരാശിയിൽ നിൽക്കുകയാണ്, വക്രത്തിൽ സഞ്ചരിക്കുകയാണ്. അപ്പം 12-ാം ഭാവാധിപനായിട്ടുള്ള ശനി വക്രത്തിൽ സഞ്ചരിക്കുകയായതുകൊണ്ട് നമുക്ക് അനാവശ്യമായിട്ടുള്ള ചെലവ് കുറയ്ക്കുന്നതിനും നഷ്ടസാധ്യതകൾ കുറയ്ക്കുന്നതിനുമൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കൂട്ടുന്നതിനോ അനുകൂലമായ സമയമാണ്. പ്രത്യേകിച്ച് ആ സൂര്യൻ 12-ാം ഭാവരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നു. സൂര്യൻ 12-ാം ഭാവരാശിയിൽ രാഹു സ്ഥിതി ചെയ്യുന്നുണ്ട്. 12-ാം ഭാവാധിപൻ ജന്മരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. 12-ലേക്കൊക്കെ ആ സൂര്യൻ്റെ ദൃഷ്ടി വരുമ്പോൾ നമുക്ക് ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്ത് നമ്മുടെ ഇന്നർ സ്പേസൊക്കെ വികസിപ്പിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അത് നമുക്ക് വളരെ ഗുണം ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഈ 12-ാം ഭാവരാശിയിൽ സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി വരുമ്പോൾ ഒരു ത്യാഗമനോഭാവം, അതുപോലെ നല്ല കർമ്മകൾ, നല്ല ചിന്തകൾ ഈ സമയത്തുണ്ടാകുന്നത് നല്ലതാണ്. അതുപോലെ യോഗ, ധ്യാനം, ആത്മീയ പ്രവർത്തനങ്ങൾ ഇവയിലൊക്കെ ശ്രദ്ധ കൊടുത്തു പോകുന്നത് വളരെ മാറ്റം ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കുക. 12-ലൊക്കെ രാഹു ഉള്ള സമയമായതുകൊണ്ട് കഴിവതും നമുക്ക് ഈ ഗുരുക്കന്മാരുടെ അവരോടൊക്കെ നമ്മൾ ഇടപഴകുമ്പോൾ, അവരോട് ഇൻ്ററാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വിനയം വേണം. പ്രകോപനപരമായിട്ട് അവരോട് ഇൻ്ററാക്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈഗോ ഇഷ്യൂസൊക്കെ അവരോട് കാണിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ വിദേശത്തൊക്കെ സേവനം ആഗ്രഹിക്കുന്നവർക്ക്, വിദേശത്ത് വർക്ക് ചെയ്യുന്നവർക്ക് പൊതുവെ ഗുണാനുഭവം ഉണ്ടാകും എന്ന് തന്നെ പറയാം. അതേസമയം വിദേശത്ത് തൊഴിലിടത്ത് ഈ രാഹുവൊക്കെ 12 നിൽക്കുന്നു. 12-ൽ ആ സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി വരുമ്പോൾ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല ഇതാണെങ്കിലും തൊഴിലിടത്ത് ഡിസ്പ്യൂട്ട് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതായത് അഭിപ്രായ വ്യത്യാസങ്ങൾ രാഹു അതുപോലെ സൂര്യനുമൊക്കെ 12 ദൃഷ്ടി ചെയ്യുക വഴി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അനാവശ്യമായിട്ടുള്ള വാഗ്വാദങ്ങളിൽ പെടാതിരിക്കാൻ പ്രത്യേകിച്ച് വിദേശത്ത് വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.